ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു. ഞങ്ങളെ രണ്ടുപേരും നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്രയും മീഡിയാസ് മുഴുവനും ഫേസ്ബുക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കില്ല. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു സിനിമ ബെഡ്റൂമിൽ നിന്ന് സിനിമ കണ്ടോണ്ടിരിക്കുക. സിനിമ കണ്ടോ ക്ലൈമാക്സ് തൊട്ട് എടുക്കണം. അപ്പൊ അതിങ്ങനെ നോക്കി ഇങ്ങനെ പടം മോള് ഡോറ് തുറന്നിട്ട് ഏയ് ഗൈസ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞോ. എന്താണ്? നിങ്ങൾ പിരിഞ്ഞിട്ടോ? ഞങ്ങൾ പിരിഞ്ഞോ? പിരിഞ്ഞു. ഇപ്പതാ ഇങ്ങനെ ന്യൂസ് വന്നോണ്ടിരിക്കുക. ഞാൻ ശരി ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരുന്നു. പിറ്റേ ദിവസം പണം എത്രയോ നാളിന് മുമ്പൊക്കെയാണ് വിളിച്ച ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചേട്ടൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്നുമില്ല ഏട്ടാ, വെറുതെ വിളിച്ചത് പറഞ്ഞു. അപ്പൊ എന്റെ അല്ല കൂടാൻ ചോദിച്ചില്ല. അപ്പൊ അവരുടെ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പോ മാഞ്ഞൂരാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ വിളിച്ചിട്ട് ചേട്ടാ എവിടെയാ ചേട്ടാ, വീട്ടിലാണോ? ഞാൻ അതെ വീട്ടിലാണ്. അല്ല വേറെ ഒന്നുമില്ല ചേട്ടാ, ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ, ഒത്തിരി നാളായാലോ വിളിച്ചിട്ട്. ഞാൻ പറഞ്ഞു നീ ചോദിക്കാൻ വന്ന ആള് അടുക്കളയിൽ നിന്നിട്ട് കൊഞ്ചുതീയൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇപ്പം കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പൊ എന്താ പറയാ എല്ലാരും വിളിച്ച് പറഞ്ഞപ്പോ ചേട്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞങ്ങൾ ചിരിച്ചത്. അത് കേട്ട് ചിരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കണ്ടുപിടിക്കാതെ രക്ഷപ്പെടുന്ന തരത്തിൽ നന്നായി കള്ളം പറയാൻ നിങ്ങൾക്ക് ആർക്കാണ് കഴിവുള്ളത്? രണ്ടുപേർക്കും ഇല്ല. ഒരു കള്ളവും ഇല്ല. ഇപ്പം ഞാൻ പറയാം, മൊബൈല് പോലും ഞങ്ങൾ എടുത്തോണ്ട് പോകാറില്ല. അതവിടെ ഇട്ടേക്കേ ഉള്ളൂ. അത് ഇവക്ക് വരുന്ന ഫോണാണ്, ഞാൻ അവിടെ ഇരിക്കണേ ഞാൻ എടുത്ത് അലോ പറയും. ഞാൻ പിന്നെ ഫോൺ എടുക്കില്ല എന്ന് വെച്ചിട്ട് വേറെ അപരനല്ല കേട്ടോ ഫോൺ എടുക്കാത്തത്. ഞാൻ അങ്ങനെ ഈ പേര് എഴുതി ഫീഡ് ചെയ്തിട്ടുള്ള ഫോണുകളെ ഞാൻ എടുക്കാറുള്ളൂ, ബാക്കിയുള്ള ഫോൺ എടുക്കാറില്ല. പിന്നെ ഒരുപാട് നേരം ഈ ഫോണിനകത്തിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഫോണധികം സംസാരിക്കുന്ന ഒരാളല്ല. അല്ല അത്യാവശ്യം ആരെങ്കിലൊക്കെ വിളിച്ചാൽ വർത്താനം പറയുമായിരിക്കും. ഫോണിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടോണ്ടിരിക്കും. എന്റെ സിസ്റ്റേഴ്സും ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന പോലെ ഇഷ്ടമല്ല. അതുകൂടെ നമ്മളെ ഏൽപ്പിക്കും. വലിയൊരു ബാധ്യതയാണ്. ഇത് വെച്ചിട്ടിരുന്നിട്ട് ഈ പറയുന്നത് മൊത്തം ഇതിനകത്തോടെ കേട്ട് പിന്നെ അതിന് മറുപടി പറഞ്ഞ് ചെവിയും ചൂടായി. ഞാൻ ആലോചിക്കണം എന്താണെന്നറിയോ, ഇന്നൊക്കെ ചേട്ടനെ വിളിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ വിളിക്കണമെന്ന് 4 തവണ ആലോചിക്കുന്ന ആ അവസ്ഥ. അല്ല അത് കുഴപ്പമില്ല, അത് നല്ലതാ, എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ആരാണ് നന്നായി കൂർക്കം വലിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും വലിക്കും. ഞാൻ വലിക്കുന്നത് എനിക്ക് കേൾക്കില്ല. ആദ്യമൊക്കെ എന്റെ വിചാരം ഏട്ടനാണ് വലിക്കുന്നത്. അത് ഇങ്ങനെ ഞാൻ ഉറങ്ങുന്നൊക്കെ ആലോചിക്കും. അപ്പൊ പിന്നെയാണ് പറയണത് ഞാനും വലിക്കുന്നത്. അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞിട്ട് എങ്ങനെ ഉറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല.